യൂണിവേഴ്സ് തരുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്ന പോലെയാണ് ഈ മോജമിയും മഞ്ചേച്ചിയൊക്കെ. അങ്ങനെ ഞാൻ എന്താ പറയുക, ഈ മഞ്ചേച്ചി എവിടെ പോകണമെങ്കിൽ ഞാൻ മഞ്ചേച്ചി അങ്ങനെ വിളിക്കാറുണ്ട്. എവിടെ യാത്രയ്ക്കും എനിക്ക് കംഫർട്ടായിട്ട് ഒരേ വൈബിലും ഞാൻ പറയില്ല, നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരേ മനസ്സ് ഒരേ ഇതുപോലെ തോന്നുന്ന നമുക്ക് ഭഗവാൻ ഒരാൾ തരും. കാരണം ഞങ്ങൾ പോകുമ്പോൾ യാത്രയ്ക്കൊക്കെ നമുക്ക് ഒരേ മനസ്സും ഒരേ വൈബായിരിക്കണം. ഏതിനും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു മനസ്സ്. അങ്ങനെ ഒരാളാണ് എനിക്ക് മഞ്ചേച്ചിയെ കൂടെ കൊണ്ടുപോകുക. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ യാത്രയ്ക്കൊക്കെ മഞ്ചേച്ചിയെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഈ യാത്രയ്ക്കും കൈലാസ യാത്രയ്ക്ക് വാ മഞ്ചേച്ചി, ഇനി ഒരു ലൈഫ് ലോങ് നമുക്ക് എവിടെയാണ് എന്താണ് നമുക്കൊന്നും അറിയില്ല. യാത്രയെക്കുറിച്ചിട്ടും നമ്മുടെ എന്തായാലും നമ്മൾ പോകണമെന്ന് വിചാരിച്ച ഒരു സ്ഥലമാണ് കൈലാസം. അങ്ങനെ കൈലാസ് യാത്ര ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചു. ശരി, പെട്ടെന്ന് പോവാം. ഓക്കെ, അതിൻ്റെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഷോർട്ടാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് കമ്മിയാക്കി പറയും. അങ്ങനെ ഞാൻ നെറ്റ് സെർച്ച് ചെയ്തു. നെറ്റിൽ ഗൂഗിളിലും ഫേസ്ബുക്കിലും ഓരോ സെർച്ച് ചെയ്യുക. എനിക്ക് കുറച്ച് കംഫർട്ടായിട്ട് പോകാൻ പറ്റിയ ഏതാണ് കൈലാസ യാത്ര എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പോൾ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് കുറേ കഴിഞ്ഞു. അങ്ങനെ ഒത്തുചേർന്ന് വരുന്നില്ല. എന്താ അത് പറഞ്ഞിട്ട് അങ്ങനെ ഞാനിങ്ങനെ ഇരിക്കെ പെട്ടെന്നാണ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ കൂടെ ഇങ്ങനൊരു പരസ്യമല്ല, അത് ഇങ്ങനെ ഒരു ഇത് വന്നത്. എനിക്ക് സ്ക്രോൾ ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു കൈലാസ യാത്ര. കാരണം ഞങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് നമ്മൾ കൈലാസിന് അടിച്ചു കൊടുത്താൽ തന്നെ പിന്നെ എപ്പോഴും നമുക്ക് ഗൂഗിൾ ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് എന്താണോ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലേ. ഇപ്പോൾ യൂട്യൂബിലായിക്കോട്ടെ എവിടെയെങ്കിലും. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണാനിടയായി ഹിമശൃംഗ കൈലാസ് മാനസ യാത്ര. ഹിമശൃംഗ പറയുന്നുണ്ട്. അങ്ങനെ ഹിമശൃംഗ ജസ്റ്റ് ഒന്ന് ഞാൻ അതിൽ കുറേ മലയാളീസും കുറേ എന്തൊക്കെയോ കണ്ടപ്പോൾ എനിക്ക് എവിടെയോ കുറച്ച് സേഫ് പോലെ തോന്നി. അങ്ങനെ ഞാൻ ആ നമ്പർ സേവ് ചെയ്തു. അവർക്ക് മെസ്സേജ് അയച്ചൊന്നും അവർ മെസ്സേജൊന്നും കണ്ടില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഞാൻ പോവാം, ആദ്യം പോകണോ പിന്നെ പോകണ്ടേ, പൈസ റെഡിയാക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലൈഫിൽ എൻ്റെ ഓരോ മാസങ്ങളിങ്ങനെ എവിടെയാണ് പൈസ എടുക്കുക, എത്ര രൂപയാവും, എങ്ങനെ യാത്ര, അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ എമൗണ്ട് ഏകദേശമൊക്കെ കറക്റ്റ് കിട്ടാനുള്ള വഴിയായി. നോക്കിയപ്പോൾ എമൗണ്ടൊക്കെ കിട്ടാനുള്ള ഒരു ചാൻസൊക്കെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഇതിന് സ്ക്രോൾ ചെയ്തപ്പോഴാണ് എനിക്ക് ഹിമശൃംഗയെക്കുറിച്ച് എനിക്ക് ഇങ്ങനെ വന്നത്. അപ്പോൾ ഞാനതിൽ മെസ്സേജ് അയച്ചു. ഒരു മാസമൊക്കെ 2 മാസം കഴിഞ്ഞു. പെട്ടെന്നാണ് വീണ്ടും ഞാൻ മെസ്സേജ് അയച്ചു, ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹായ്. അപ്പോൾ അങ്ങനെയാണ് അവിടെ നിന്ന് റിപ്ലൈ വന്നു, ഹായ് ഹര ഹര മഹാദേവ്, അങ്ങനെയൊക്കെ ഒരു മെസ്സേജ് വന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ മഞ്ജുവാണ്, ഖത്തറിൽ നിന്നാണ് മെസ്സേജ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു കൈലാസ യാത്രയ്ക്ക് എങ്കിലും പോകാൻ താല്പര്യമുണ്ട്, 2 പേരുണ്ട്. അപ്പോൾ എൻ്റെ പേര് സ്വാതി ബാലചന്ദ്രൻ എന്നാണ്, ഹിമശൃംഗ അവരുടെ പേര് സ്വാതി ബാലചന്ദ്രൻ, ഹിമശൃംഗ കേട്ടോ. ഞാൻ അതൊക്കെ ഇതിൽ നമ്പർ തരാം. അപ്പോൾ അങ്ങനെ അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽഡായിട്ട് ഞാൻ അന്വേഷിച്ച് വെച്ചു, ഇങ്ങനെയാണുണ്ട്. അപ്പോൾ അങ്ങനെ വീണ്ടും 1 മാസം കഴിഞ്ഞ് സാറ് പറഞ്ഞു ഓക്കെ ഞാൻ ലിസ്റ്റിലിടാം, എത്ര പേരുണ്ട്. അപ്പോൾ നിങ്ങൾ 2 പേര് ഓൾറെഡി ഉണ്ട് പറഞ്ഞു. ഞാനും മഞ്ജു ചേച്ചിയും അങ്ങനെ പേരൊക്കെ കൊടുത്തു. പിന്നെ കഴിഞ്ഞ വർഷമാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആയിട്ട് ഞാനിങ്ങനെ ഞാനിവിടുന്ന് ഒക്ടോബറിലാണ് ഞാനിങ്ങനെ പേര് കൊടുത്തത്. ലാസ്റ്റ് ഇയർ 2025 ഒക്ടോബറിൽ കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഡിസംബർ ജനുവരി ആയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ പറഞ്ഞു, പേര് കൊടുത്തു വെച്ചു. അങ്ങനെ ഒരു ഡിസംബർ ആയിട്ടൊക്കെ ഞങ്ങളിങ്ങനെ കൈലാസ യാത്രയ്ക്കുള്ള ലിസ്റ്റൊക്കെ എല്ലാം ഇതാക്കി. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ആദ്യം ചൈന വിസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ അവർ എല്ലാം പ്രൊസീജിയേഴ്സൊക്കെ തരും കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഇത് മാത്രം പറയുന്നു. നമ്മൾ ഈ സ്പെക്സ് ഇടാം. ഞാൻ സ്പെക്സ് ഊരിയിട്ടാണ് കൊടുത്തത്. സ്പെക്സിലുണ്ട് നമ്മൾ കണ്ണോ മൂക്കോ പൊട്ടോ ഒന്നും പാടില്ല, കമ്മലോ ഒന്നും പാടില്ല, മൂക്കുത്തിയും പാടില്ല. കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിട്ട് നമ്മൾ ഈ ചെയിനൊക്കെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഫുൾ നെക്കുള്ളത് ഒരു ബ്ലാങ്ക്, പൊട്ടും സിന്ദൂരും ഇതും കമ്മലും ഒന്നും ചൈനക്കാർക്ക് നമ്മൾ ഫുൾ ഇങ്ങനത്തെ ഒരു ഫേസ് ഒരു ഫോട്ടോ അയച്ചു കൊടുക്കണം. നമ്മുടെ പാസ്പോർട്ട് ഇതെല്ലാം ആയിട്ട് ആധാർ ID കാർഡ്, നമ്മുടെ ഇന്ത്യൻ ഇലക്ഷൻ ID കാർഡ് കോപ്പിയും അതെല്ലാം അവർക്ക് അയച്ചു കൊടുക്കണം.
അങ്ങനെ അതൊക്കെ അയച്ചു കൊടുത്ത് ഞങ്ങൾ ഫസ്റ്റ് പേയ്മെൻറ്റ് കുറച്ച് ചെറിയൊരു എമൗണ്ട് അയച്ചു കൊടുക്കുക. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവരെല്ലാം കൊടുത്ത് പിന്നെ വിസയ്ക്ക് കൊടുക്കും, പെർമിറ്റ്, ചൈന വിസയും ചൈന പെർമിറ്റിനും നമ്മുടെ അങ്ങോട്ട് പോകാനുള്ള ചൈനയുടെ പെർമിറ്റ് വേണം, വിസ പെർമിറ്റോ ഒക്കെ വേണം. അതിനൊക്കെ അതെല്ലാം കൊടുക്കും. അതെല്ലാം കൊടുത്ത് നമ്മൾ എല്ലാം ഏകദേശം നമുക്ക് ഏപ്രിലായിട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടിയത്. ഏപ്രിൽ ലാസ്റ്റായിട്ടാണ് വിസയും പെർമിറ്റ് ആദ്യമേ കിട്ടി. വിസ കിട്ടി നമുക്ക് മെയ് ഫസ്റ്റ് വീക്കായിട്ടാണ് നമുക്ക് ഈ 2026 മെയ് ഫസ്റ്റ് വീക്കായിട്ടാണ് നമുക്ക് വിസ കിട്ടിയത്. വിസ വന്ന ശേഷം നമ്മൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തത്. അങ്ങനെ വിസയും പെർമിറ്റും എല്ലാം നമുക്ക് ഒരു കൈലാസ് യാത്രയ്ക്ക് വന്നിട്ട് നിങ്ങളെല്ലാവരും ചോദിക്കുന്നതാണ് എത്ര എമൗണ്ട് എന്നൊക്കെ ചോദിക്കും. അതായത് ഒരാൾക്ക് 2,45,000 ആണ് കൈലാസ് യാത്രയ്ക്ക് മാത്രം. മുക്തിനാഥ് ആണെങ്കിൽ പ്ലസ് 40,000 എക്സ്ട്രാ പേയ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ 290 വന്നു ഒരാൾക്ക്. 2,90,000 റുപ്പീസ് ഒരാൾക്ക് വന്നു. പ്ലസ് ഞങ്ങൾക്ക് കൈലാസ് യാത്ര, ഇത് കൈലാസ് യാത്ര മുക്തിനാഥും കൂടിയിട്ടാണ്. നേപ്പാൾ മുക്തിനാഥ് പോകുന്നില്ല പറഞ്ഞാൽ, നമുക്ക് താല്പര്യമില്ല പറഞ്ഞാൽ കൈലാസ് യാത്രയ്ക്ക് 2,45,000 മാത്രം കൊടുത്താൽ മതി. എല്ലാം ഫസ്റ്റ് ക്ലാസ്സാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒന്നും ആണ് പേടിക്കേണ്ട. എല്ലാം ഫസ്റ്റ് ക്ലാസ്സാണ് കേട്ടോ. നല്ല റൂമും നല്ല ഫെസിലിറ്റീസും ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് ബസ്സും എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 40,000 നമുക്ക് മുക്തിനാഥ് താല്പര്യമുള്ളവർക്ക് 40,000 എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. അങ്ങനെ പിന്നെ പ്ലസ് എക്സ്ട്രാ ഇതിൽ വരുന്നത് ഞങ്ങളുടെ ടിക്കറ്റ് എക്സ്ട്രാ നമ്മൾ എടുക്കണം. ഫ്രം കൊച്ചിയാണോ, കണക്ഷൻ ഫ്ലൈറ്റ് ആണ് കേട്ടോ. ഒരിക്കലും സ്ട്രേറ്റ് ഇല്ല നേപ്പാളിലേക്ക്, കണക്ഷൻ ഫ്ലൈറ്റേ ഉള്ളൂ. കോയമ്പത്തൂർ ടു ഡൽഹി, ഡൽഹി ടു നേപ്പാൾ, അല്ലെങ്കിൽ കൊച്ചി ടു ഡൽഹി, ഡൽഹി ടു നേപ്പാൾ, അല്ലെങ്കിൽ കൊച്ചി ടു അല്ലെങ്കിൽ ബാംഗ്ലൂർ ടു സ്ട്രേറ്റ് നേപ്പാളിലേക്കുണ്ട്. അങ്ങനെയുണ്ട്, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. അത് എക്സ്ട്രാ പേയ്മെൻറ്റ് വരും. നേപ്പാളിലേക്കൊക്കെ കുറച്ച് ഹൈ എമൗണ്ട് ആണ് ഫെയർ ഡൽഹിയിലേക്ക്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഡൽഹി വരെ ട്രെയിനിൽ പോകാം. അത് 2 ദിവസം മുമ്പേ നിങ്ങൾ പോകേണ്ടി വരും, കാരണം 2 ഡേയ്സ് എടുക്കും ഡൽഹിയിലേക്ക്. അതൊക്കെ നിങ്ങളുടെ ഇതുപോലെ ഇരിക്കും. എങ്ങനെ അല്ലെങ്കിൽ സ്ട്രേറ്റ് ഫ്ലൈറ്റ് തന്നെ പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്റ്റൊക്കെ കമ്മിയാക്കണം പറഞ്ഞാൽ ട്രെയിനൊന്നും പോകാം. ഇവിടുന്ന് ട്രെയിനിലേക്ക് പോകാം ഡൽഹി വരെ, ഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് ഫ്ലൈറ്റ്. അങ്ങനെ അതൊരു എക്സ്ട്രാ വരും. പ്ലസ് വേറൊരു എക്സ്ട്രാ വരുന്നത്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോണി അല്ലെങ്കിൽ പോട്ടർ, പോണി പ്ലസ് പോട്ടറും ഒരാൾക്ക് 4,000 യുവാൻ വരുന്നുണ്ട്. യുവാൻ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാം, ഏകദേശം ഒരു 60,000-70,000 റുപ്യ വരും യുവാൻ കണക്കാക്കുമ്പോൾ. ചൈന യുവാൻ എമൗണ്ട് 4,000 യുവാൻ, ശ്രദ്ധിച്ച് കേൾക്കൂ, 4,000 യുവാനാണ് ചൈന യുവാൻ. പോട്ടറും പ്ലസ് പോണിയും കൂടിയിട്ട്, പോണി പറഞ്ഞാൽ കുതിര. അല്ല നിങ്ങൾക്ക് പോട്ടർ മാത്രം മതി പറഞ്ഞാൽ നാട്ടിലത്തെ ഏകദേശം 20,000 രൂപ, 18 to 20,000 രൂപയുടെ ഉള്ളിൽ പോട്ടർ മാത്രം പരിക്രമം ചെയ്യാൻ, കൈലാസം ഫുള്ളും പരിക്രമം ചെയ്യാൻ. ഓക്കെ, 3 ദിവസത്തേക്കാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾ പരിക്രമം പോട്ടർ മാത്രം, ബാഗ് തൂക്കാനാണ് അവർ പോട്ടർ. അല്ല നിങ്ങൾ ഒറ്റയ്ക്ക് ഈ ഗൈഡിൻ്റെ കൂടെയും എല്ലാവരുടെ കൂടെയും പോകാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ പൈസ ഒന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് ഈ 3 ദിവസം പരിക്രമം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം. ഒറ്റയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾ കൂടെ ആൾക്കാരൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ പിന്നെ എല്ലാ ബാഗൊക്കെ നിങ്ങൾ തന്നെ ക്യാരി ചെയ്യണം. ഓക്സിജൻ സിലിണ്ടർ വാങ്ങണം 3 എണ്ണം, നട്ട്സ്, അതൊക്കെ ഞാൻ പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ തൂക്കേണ്ടി വരും. വെള്ളം, വടി എല്ലാം നിങ്ങൾ തന്നെ തൂക്കിയിട്ട് നിങ്ങൾ തന്നെ 3 ദിവസം പരിക്രമം ചെയ്യണം. ഒരു ബാഗിൽ മാക്സിമം 5-6 കിലോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ കിലോ ഒക്കെ തൂക്കിയിട്ട് വേണം നിങ്ങൾ പരിക്രമം ചെയ്യാൻ. അല്ല ഇവർ വേണം, എനിക്ക് പോണിയും വേണം പോട്ടറും വേണം പറഞ്ഞാൽ നിങ്ങൾ ഈ എമൗണ്ട് പേ ചെയ്യണം. ഇതൊക്കെ എക്സ്ട്രാ ആണ് കേട്ടോ. ഓക്കെ, എക്സ്ട്രാ എമൗണ്ടാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പേ ചെയ്യണം. ഓക്കെ, 245 കൈലാസ് യാത്ര പ്ലസ് മുക്തിനാഥ് ഉണ്ടെങ്കിൽ 295 വരും. 290 to 95 ഉള്ളിൽ വരും. 2,95,000 പ്ലസ് എക്സ്ട്രാ ടിക്കറ്റ് വേറെ നിങ്ങൾ എടുക്കണം. എക്സ്ട്രാ നിങ്ങൾ പോട്ടർക്കും പോണിക്കും താല്പര്യം ഉണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. അല്ല പോണി വേണ്ട പോട്ടർ മാത്രം മതി പറഞ്ഞാൽ നാട്ടിലത്തെ 20,000 റുപ്പീസ് വരും. ഓക്കെ, ഇതാണ് മെയിൻ കൈലാസ യാത്രയിലെ എക്സ്പെൻസ്. ഇനി വേറെ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ പരിക്രമം ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്തേ പറ്റുമെന്നുണ്ടെങ്കിൽ സിലിണ്ടർ എക്സ്ട്രാ വാങ്ങുക. അവരൊരു സിലിണ്ടർ തരും,
ഈ എന്താ പറയുക, നമ്മുടെ ഗ്രൂപ്പ് ടീം ലീഡർ ഒരു സിലിണ്ടർ തരും, പ്ലസ് ഒരു സ്റ്റിക്കും തരും നമുക്ക് പരിക്രമം ചെയ്യാൻ. പിന്നെ അവർ ഒരു കോട്ടാണ്, ആ കോട്ട് ഇട്ടേ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്കൊരു യൂണിഫോം ഉണ്ട്, കോട്ട് ഫുൾ കംപ്ലീറ്റ് അതിട്ടിട്ട് വേണം നമ്മൾ പരിക്രമം, കാരണം അവർക്ക് ആളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊന്ന്. പ്ലസ് നമ്മൾ പരിക്രമം ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് ആ ബാഗിൻ്റെ ഉള്ളിൽ ഇത് എനർജി ഡ്രിങ്ക് എങ്ങനെ നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമാണോ ആ എനർജി ഡ്രിങ്ക് വാങ്ങുക, നാട്ടിൽ തന്നെ വാങ്ങിയിട്ട് പോവുക. എനർജി ഡ്രിങ്ക് എത്രത്തോളം നിങ്ങൾക്ക് വേണോ അത്രയും എനർജി ഡ്രിങ്ക് വാങ്ങുക. റെഡ് ബുളിൻ്റെ ഉണ്ട്, പിന്നെ പല ബ്രാൻഡും ഇപ്പോൾ ഓരോന്നുണ്ടല്ലോ അങ്ങനത്തെ അത്. പിന്നെ പ്രോട്ടീനായിട്ട് ഈ പ്രോട്ടീൻ ബാർ ഒരു കുറച്ചധികം വാങ്ങുക. പ്രോട്ടീൻ ബാർ, നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, ചോക്ലേറ്റിൽ ഈ പോമഗ്രാനൈറ്റിൻ്റെയും ചോക്ലേറ്റും മിക്സ് ചെയ്തിട്ടുള്ള കുറേ നല്ല ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളത് മിൽക്കി ബാർ, ഇതൊക്കെ നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇതൊക്കെ നമ്മൾ വാങ്ങി കൊണ്ടുപോകേണ്ടത്. പിന്നെ ഫ്ലാസ്കിൽ എപ്പോഴും ചുടുവെള്ളം നിറച്ച് നമുക്ക് സിപ്പായിട്ട് കുടിച്ചുകൊണ്ടേയിരിക്കണം. ബ്രീത്തിങ് ടഫ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ നോക്കണമെങ്കിൽ ഞാൻ പരിക്രമം ചെയ്തില്ല. എനിക്ക് ഭഗവാനെ കണ്ടു, ഭഗവാൻ അഷ്ടപദവും പിന്നെ ഭഗവാന്റെ അടുത്ത് തന്നെ നമ്മൾ താമസിച്ചതൊക്കെ അതുകൊണ്ട് ഭഗവാൻ നന്നായി ദർശിക്കാൻ സാധിച്ചു. എനിക്ക് ഓക്സിജൻ ബ്രീത്തിങ്ങും പിന്നെ ഹെൽത്ത് ഇഷ്യൂസും കുറച്ച് ഭഗവാനെ കണ്ടത് അതായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പരിക്രമത്തിന് പോവാണ്ടിരുന്നത്. അല്ലെങ്കിൽ പോവാം, പോവാത്തതുകൊണ്ട് റീസൺ ഞാൻ പറയുന്നുണ്ട്, വരുന്നേ ഉള്ളൂ, കുറച്ച് ലോങ് വീഡിയോ ആണല്ലോ അത്. അങ്ങനെ എന്താ പറയുക, ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുപോകണം. എന്നാൽ പരിക്രമം നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സ്ട്രാ എമൗണ്ടും ഇതൊക്കെ കാര്യങ്ങൾക്കൊക്കെ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടുന്ന് ഈ യാത്രയ്ക്ക് മെയ്യിലാണ് ഇത് കിട്ടിയത്. അങ്ങനെ ടിക്കറ്റും ഞങ്ങളെല്ലാം പെട്ടെന്ന് മെയ് 22-ാം തീയതിയാണ് പോയത്. ഇതിൽ മെയിൻ വന്ന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആകെ 15 കിലോ നമുക്ക് ഈ ഡ്രസ്സും ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, പ്ലസ് 7 കിലോ ഹാൻഡ് ലഗേജും. ഈ 15 കിലോയിൽ തന്നെ നമുക്ക് ഈ മെയിൻ ഡയപ്പർ കൊണ്ടുപോകാം. പാമ്പർ എന്താ വെച്ചാൽ വലിയവർക്ക് ഉണ്ടാകുന്ന ഡയപ്പർ, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ഈ ഡയപ്പർ ഇട്ടാൽ അത്രയും നമുക്ക് യൂസ്ഫുള്ളാണ്. പിന്നെ ഡിസ്പോസിബിൾ പാൻറ്റീസ്, ഇത് നിങ്ങൾക്ക് ഒരു കെട്ടായിട്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം കിട്ടും. ഒരു ഡിസ്പോസിബിൾ പാൻറ്റീസ് നിറയെ കിട്ടും. അത് നമുക്ക് യൂസ് ആൻഡ് ത്രോ ആണ് അതിൻ്റെ ആവശ്യം. അപ്പോൾ നമുക്ക് പാൻറ്റീസൊക്കെ നമുക്ക് ലാഭിക്കാം. ഡിസ്പോസിബിൾ പാൻറ്റീസ് എല്ലാം നോക്കിയിട്ട് എല്ലാം കിട്ടും. പിന്നെ ഇന്നർ വൈസ്, പിന്നെ അതുപോലെ ഇതെല്ലാം ഞങ്ങൾ ഈ എന്താ പറയുക ടിഷ്യൂസ്, വെറ്റ് വൈപ്പ് ടിഷ്യൂസ്, മൗത്ത് വാഷ്, മോയ്സ്ചറൈസിങ് ക്രീം, ഓയിൽ, നമ്മുടെ തലയിൽ നമ്മൾ ഓയിൽ, പിന്നെ എന്താ പറയുക ശരിക്കും ഫുൾ സെറ്റപ്പായിട്ട് വേണം പോകും. നിങ്ങൾക്ക് ഈ ChatGPTയിൽ ചോദിച്ചു കഴിഞ്ഞാൽ വിൻ്റർ ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒരു പാക്കേജായിട്ട് അതിലെല്ലാം വരും. നമുക്കൊരു ട്രിപ്പ് പോകണമെങ്കിൽ എല്ലാം നമ്മൾ എന്തൊക്കെ വാങ്ങണം എന്നിട്ട് ഒരു ലിസ്റ്റ് തന്നെ അതിൽ വരും. ആ ലിസ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ ഓരോന്ന് വാങ്ങാം. ഇപ്പോൾ സ്ലീപ്പിംഗ് ബാഗ് മസ്റ്റായിട്ട് നിങ്ങൾക്ക് വാങ്ങിയാൽ അത്രയും നല്ലതാണ്. കാരണം അവിടെയൊക്കെ നല്ല തണുപ്പാണ്, -ഡിഗ്രിയാണ്. അപ്പോൾ സ്ലീപ്പിംഗ് ബാഗ് വാങ്ങാം. പിന്നെ തെർമൽ വെയർ ഒരു 4-5 എണ്ണം തെർമൽ വെയർ നമുക്ക് തണുപ്പിനനുസരിച്ചിട്ട് ചെസ്റ്റിലേക്കും ഒക്കെ. ഓക്കെ, പിന്നെ കയ്യിലേക്കുള്ള വൂളൻ കംപ്ലീറ്റ് ഒരു 2-3 എണ്ണം വാങ്ങുക. 4 സോക്സ്, തെർമൽ സോക്സ് വാങ്ങുക 4-5 എണ്ണം. അങ്ങനെ അതൊക്കെ വാങ്ങി. ഷൂസ് ട്രെക്കിംഗ് ഷൂസാണ്, അതിനൊരു നല്ല ക്വാളിറ്റി ഞാൻ വാങ്ങിയത് 4000 രൂപ കേട്ടോ. ട്രെക്കിംഗ് ഷൂസ് വാങ്ങുക. പിന്നെ ഈ ഇത് എന്താ പറയുക കയ്യിൽ മോയ്സ്ചറൈസിങ് ക്രീം, പിന്നെ നമുക്ക് ലിബ് ഡ്രൈ ആവാതെ ഇരിക്കാനുള്ള ലിപ് ബാം നല്ല ക്വാളിറ്റിയിൽ വാങ്ങുക. പിന്നെ എന്താ വെച്ചാൽ പേസ്റ്റ്, നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള പേസ്റ്റ്, ബ്രഷ്, പിന്നെ വേറെ എന്തൊക്കെയാണ് മഫ്ലർ. അതായത് ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു ഇതുണ്ടാക്കും. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു
മഫ്ലറുണ്ട്, ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ട്. കംപ്ലീറ്റ് നല്ല മൂടും, നല്ലതാണ്, ചൂടോടെ ഇരിക്കുന്നു. പിന്നെന്താ വെച്ചാൽ പിന്നെന്താ ഞാൻ വാങ്ങിയ ട്രെക്കിംഗ് പാൻറ്റ്, അതായത് വാട്ടർ പ്രൂഫ് ആയിരിക്കണം കേട്ടോ ട്രെക്കിംഗ് പാൻറ്റ്. അതൊരു 2-3 വാങ്ങുക ട്രെക്കിംഗ് പാൻറ്റ്. പിന്നെ ക്യാഷ്വലായിട്ടുള്ള ഞാൻ പറയുന്നത് ചുരിദാർ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി, ഞാൻ നിർബന്ധിക്കില്ല. ഈ ഇങ്ങനത്തെ ടീഷർട്ടും കുറച്ച് ലൂസ് പാൻറ്റും എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതിൻ്റെ ഉള്ളിൽ തെർമൽ വെയർ ഇടാം, ഇതിൻ്റെ ഉള്ളിലോട്ട് തെർമൽ വെയർ ഇട്ടിട്ട് ഈ ഡ്രസ്സ് ഇടാം, എന്നിട്ട് ഇതിന് മുകളിൽ സ്വെറ്റർ ഇടാം. എന്നിട്ടാണ് പിന്നെ വൂള് നല്ല കുറച്ചും കൂടി നല്ല കംഫർട്ടായിട്ടുള്ള നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള ഒരു സ്വെറ്റർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ. പിന്നെ പാൻറ്റ്, ഉള്ളിൽ തെർമൽ പാൻറ്റ്, പിന്നെ നമ്മൾ ഔട്ടർ ഫിറ്റ് നമ്മുടെ പാൻറ്റ് സാധാ പാരൽസ് പാൻറ്റ് ഇടാം. പിന്നെ സോക്സ് ഓൾറെഡി ഇടുന്നുണ്ടല്ലോ. പിന്നെ ഷൂസ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓൾറെഡി കയ്യിൽ വൂളൻസും ഒക്കെ നല്ലതാണ്, ചൂടോടെ ഇരിക്കും. അങ്ങനെ ഇത് മെയിൻ ഇതൊക്കെ വാങ്ങുക. അപ്പോൾ നമ്മൾ ആവുമ്പോഴേക്കും ഡിസ്പോസിബിൾ പ്ലാന്റ്സും ഒക്കെ ഇതൊക്കെ വാങ്ങുമ്പോഴേക്കും നമ്മൾ ഏകദേശം ഒരു 15 കിലോ ആവും. ഞങ്ങൾക്ക് മെയിൻ എന്താ ഞാൻ ആവശ്യപ്പെടുന്നത് വെച്ചറിയോ, ഫുഡ് നിങ്ങൾ ആ ടീം തരുന്ന ഫുഡ് അവരൊരു ഫുഡാണ്, അത് നിങ്ങൾ നല്ല ഫുഡാണോ എന്നൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. കാരണം നമ്മൾ കേരളത്തിൽ നിന്ന് ഇത് കഴിച്ചിട്ട് നമ്മൾ നേപ്പാളും കഴിഞ്ഞ് ചൈനയിലേക്കാണ് പോകുന്നത്. അപ്പം ഞാൻ ആദ്യമേ പറയാം, നിങ്ങളൊരു 5-10 ഒരു എക്സ്ട്രാ 8 കിലോ എങ്കിലും നിങ്ങൾ മാക്സിമം പർച്ചേസ് ചെയ്യുക. എന്തിനറിയോ, നിങ്ങൾ ഫുഡ് മാക്സിമം കരുതുക. കുറച്ച് കിലോ അരി കൊണ്ടുപോകാം, ഇൻഡക്ഷൻ കുക്കർ കൊണ്ടുപോകാം, ഇൻഡക്ഷൻ അടുപ്പുണ്ടല്ലോ ചെറുത് പറ്റുകയാണെങ്കിൽ കൊണ്ടുപോകാൻ നോക്കുക. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾക്ക് അവരുടെ നമ്മൾ അരി കൊടുത്താൽ അവരെപ്പോഴാണ് വെച്ച് തരാമെന്നൊന്നും അറിയില്ല. ഇത് നിങ്ങൾക്ക് തന്നെ റൂമിൽ അക്കോമഡേഷൻ ഇരിക്കുമ്പോൾ ഈ ഇൻഡക്ഷൻ കുക്കറും നിങ്ങൾ കൊണ്ടുപോയ അരിയും അതിനനുസരിച്ചൊരു പാത്രവും നിങ്ങൾ മാക്സിമം ഒരു 10 കിലോ എക്സ്ട്രാ വാങ്ങി പർച്ചേസ് ചെയ്തേ പറ്റൂ. അല്ല ഞാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുകയാണെങ്കിൽ, കാരണം നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൈലാസ് യാത്ര ഫുള്ളും പൂർത്തിയാക്കാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ പറയാം, നമ്മൾ ബോഡി ഒരുപാട് വീക്കാവും, ക്ഷീണം തട്ടും, നമ്മൾ ഒരുപാട് ടയേർഡാവും. ഞാൻ പറയാം, ടയേർഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിനും ഇൻട്രസ്റ്റ് വരില്ല. മതി, ഭഗവാനെ കണ്ടല്ലോ, തിരിച്ച് വീട് എത്തിയാൽ മതി എന്നുള്ളൊരവസ്ഥ നിങ്ങൾ വരും. അപ്പോൾ അതില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുൻകൂറായിട്ട് ഞാൻ പറയുകയാണ്, 10 കിലോ എക്സ്ട്രാ ഈ അടുപ്പും ഇൻഡക്ഷൻ അടുപ്പും ഒരു ചെറിയൊരു കുക്കർ, മിനി കുക്കർ, ചെറിയൊരു കുക്കർ വാങ്ങാൻ കിട്ടും, നല്ലത്. പിന്നെ നിങ്ങളൊരു ചെറിയൊരു ബക്കറ്റിൽ നിങ്ങൾക്ക് 10, 18, 20 ദിവസമോളം ആവും കേട്ടോ നിങ്ങൾ കൈലാസയാത്ര കഴിഞ്ഞ് വരാം. അവർ 15, 14 ദിവസം, പക്ഷേ 5 ദിവസം എക്സ്ട്രാ കരുതിയിട്ടുള്ള നിങ്ങൾ ഭക്ഷണം കൊണ്ടുപോവുക. അതായത് കുറച്ച് ബക്കറ്റിൽ പപ്പടമോ കൊണ്ടാട്ടോ അച്ചാറോ ഒക്കെ എടുക്കുക. എന്നിട്ട് കുറച്ച് നേന്ത്രപ്പഴം, ഏത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പഴുത്തോളും കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുപോകും, ആപ്പിൾ, ഓറഞ്ച്, അതൊക്കെ പിന്നെ അവിടെ വാങ്ങാൻ കിട്ടും. പക്ഷേ എന്നാലും നമ്മൾ പൈസ അവിടുത്തെ ഇവിടുത്തെ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ ഈ പ്ലം കേക്ക്, ജ്യൂസ് കൊണ്ടുപോകാം. പിന്നെ കുറച്ച് ടാങ്ക് എടുക്കുക, പൊടി ടാങ്ക്, മാംഗോ നിങ്ങൾക്ക് ഉള്ളത്. പിന്നെ എന്താ പറയുക, ബിസ്ക്കറ്റ്, ബ്രെഡ്. പിന്നെ ബ്രെഡ് ഓക്കെ, അത് നിങ്ങൾക്ക് മാക്സിമം 3, 4, 5 ദിവസമൊക്കെ എത്തുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ വേറെ എന്തൊക്കെയാണ് നമുക്ക് കൊണ്ടുപോകാന്ന് വെച്ചാൽ, എന്താ പറയുക, സ്നാക്സ് ഐറ്റംസ്, കുറച്ച് മുറുക്ക്, പൊക്കാവട, അരിമുറുക്ക്, നമ്മുടെ നാട്ടിലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്തൊക്കെയാണോ അതൊക്കെ പർച്ചേസ് ചെയ്തോളൂ. ഞാൻ പറയും, നിങ്ങൾ ഈ 15 കിലോ ഉള്ളിൽ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പെടുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5-6 ദിവസമൊക്കെ നിങ്ങൾ ഡിലേ ആവും. അപ്പോൾ അവരുടെ ഫുഡൊന്നും നിങ്ങൾക്ക് എനിക്ക് തീരെ പറ്റിയില്ല. അവർ റൂമും ബസ്സും ഒക്കെ കറക്റ്റാണ്. ഈ നമ്മളെ കൊണ്ടുപോയത് ഹിമശൃംഗ, ഞങ്ങളെല്ലാം ഞങ്ങളുടെ ടീം ഹിമശൃംഗയാണ്. നമ്മൾ 4 പേരായിരുന്നു കേരളത്തിൽ. നമ്മൾ ഹിമശൃംഗ ശരിക്കും പോകുന്നത് ഓഗസ്റ്റിലായിരുന്നു. ഞാനത് എനിക്ക് മെയിലേക്ക് വേണം പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ടീമിൻ്റെ കൂടെ കണക്റ്റ് ആക്കി തന്നു. ശരിക്കും അദ്ദേഹത്തിൻ്റെ ഹിമശൃംഗേൻ്റെ ടീം വന്നിട്ട് ഓഗസ്റ്റിലേക്കാണ് പോണത്. പക്ഷേ ഓഗസ്റ്റിൽ എനിക്ക് തിരക്ക്, എൻ്റെ പേഴ്സണൽ കാര്യം ഒരുപാട് തിരക്കായതുകൊണ്ട് എനിക്ക് മെയിലേക്ക് തന്നെ പോകണം പറഞ്ഞു. അപ്പോൾ മെയിലേക്ക് പോകണം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ടീമിൻ്റെ കൂടെ ആക്കി തന്നു. ഒരു ടച്ച് കൈലാഷ് പറഞ്ഞ ഇവരുടെ കൂടെയാണ് നമ്മളെ ആക്കി തന്നത്. ഈ ടച്ച് കൈലാഷും ഹിമശൃംഗയും കൂടി ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ കൈലാസ് യാത്രയ്ക്ക് കൊണ്ടുപോയത്. അതായത് ഈ ഹിമശൃംഗ ടച്ച് കൈലാഷ് പറഞ്ഞിട്ട് ഒരു ടീമുണ്ട്, അതിലോട്ട് ഞങ്ങളതിനെ ലിങ്ക് ചെയ്തു തന്നു. അപ്പം ഞാൻ അവരുടെ തന്നെ പറയാം,
ഹിമശ്രീങ്കയുടെ കൂടെ ഞാൻ ട്രാവൽ ചെയ്തിട്ടില്ല. അവരുടെ ഇതൊന്നും എനിക്ക് അറിയില്ല. അവരുടെ ടീം പോകുന്നത് ഓഗസ്റ്റിലാണ്. സോ എനിക്ക് ഹിമശ്രീങ്കയെ കുറിച്ച് എനിക്കിതിലൊന്നും അറിയില്ല. അറിയണത് ടച്ച് കൈലാഷാണ്. ഈ ടച്ച് കൈലാഷ് ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയാം കേട്ടോ. എനിക്ക് കാരണം എല്ലാവരും എന്നോട് ചോദിക്കുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ എനിക്ക് ഓപ്പണായിട്ട് പറഞ്ഞേ പറ്റൂ. ടച്ച് കൈലാഷിൻ്റെ എനിക്ക് റൂം ഫെസിലിറ്റീസും ബസ്സും ഓക്കെയാണ്. ഫുഡ് ഞാൻ ആദ്യമേ പറയാം, തീരെ ആകാം ഒന്നും നമുക്ക് വായി കൊള്ളാൻ പറ്റില്ല. പ്ലസ് അവരുടെ സർവീസ് നമ്മളെ കൊണ്ടുപോയ സമയം ഒക്കെ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളെ കൊണ്ടുപോയതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് പേടിയാവും, നമുക്ക് പരിക്രമമൊന്നും ചെയ്യേണ്ട തോന്നും. അതുകൊണ്ട് എനിക്ക് ഈ ഗ്രൂപ്പിൽ ടച്ച് കൈലാഷിനോട് ഞാൻ ഒരിക്കലും നിങ്ങളോട് ഫോഴ്സ് ചെയ്യിപ്പിക്കില്ല. ഇഷ്ടമല്ലായിരുന്നു ടച്ച് കൈലാഷിനോട് പോകാൻ. എനിക്ക് തീരെ ഇതില്ലായിരുന്നു. കാരണം ഹിമശ്രീങ്ക ഓൾറെഡി പറഞ്ഞു ഞങ്ങൾ ഓഗസ്റ്റിലേ പോകുന്നുള്ളൂ, അതുകൊണ്ട് നിങ്ങളെ ഈ ടീമിൽ കൂടെ വേറൊരു ടീമിൻ്റെ കൂടെ വിടണമെന്ന് പറഞ്ഞു. കാരണം ഞങ്ങളത് ശരി പറഞ്ഞിട്ട് ഞങ്ങൾ പോയത്. പക്ഷെ പോയവരുടെ എക്സ്പീരിയൻസ് എൻ്റെ ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ തീരെ അത് പോരാ. ടച്ച് കൈലാഷിൻ്റെ റൂമും ബസ്സും മാത്രം നന്ന്, അവരുടെ ഫുഡും ആകാം, അവർ നമ്മൾ കൊണ്ടുപോയ രീതിയൊന്നും ശരിയായില്ല. ഓക്കെ, അതുകൊണ്ട് എനിക്ക് പരിക്രമം ചെയ്യാനൊക്കെ പേടിയായിരുന്നു. എനിക്കും മോൾക്കും ഒക്കെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഹിമശ്രീങ്കയുടെ കൂടെ ഞാൻ പോകാത്തതുകൊണ്ട് എനിക്കറിയില്ല. അവർ ഓഗസ്റ്റിലാണ്. നിങ്ങൾക്ക് ഹിമശ്രീങ്കയുടെ കൂടെ പോകാൻ താല്പര്യം എനിക്ക് പോയിക്കോളൂ. എനിക്ക് ആ ടീമിന് എനിക്ക് അവരോട് പോയ ശീലമൊന്നും എനിക്കറിയില്ല കേട്ടോ. പൈസയൊക്കെ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ എല്ലാം ഇതാണ്. അവരോട് പോയി നോക്കൂ, എല്ലാം ലാഭമാണ്. നമുക്ക് അഫോർഡബിൾ റേറ്റാണ് പോകാനൊക്കെ. പിന്നെ ഉള്ളത് എനിക്കറിയാവുന്ന ആളാണ് മോജിയമ്മ. അവരോട് പോയി കഴിഞ്ഞാൽ ഞാൻ ഒപ്പിട്ട് തരാം, നിങ്ങൾ പരിക്രമം ചെയ്തിരിക്കും. പ്ലസ് അടിപൊളിയുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്ക് മഹാദേവനെ ഉള്ളുന്ന അറിയാൻ സാധിക്കും. മോക്ഷയിൽ കൂടെ പോകാൻ ശ്രമിക്കുക നിങ്ങൾ, മോജിയമ്മയുടെ കൂടെ. ഹിമശ്രീങ്കയുടെ കൂടെ ഞാൻ പോയിട്ടില്ല. അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ ഓഗസ്റ്റിലാണ് പോയതുകൊണ്ട് എനിക്കതറിയില്ല. ഇതിൽ കൂടെ പോവാം, ഹിമശ്രീങ്ക പോവാം. നിങ്ങൾ പോയിട്ട് എക്സ്പീരിയൻസ് എന്നോട് ഷെയർ ചെയ്യൂ എങ്ങനെയാണെന്ന്. നല്ല അഫോർഡബിൾ റേറ്റാണ് ഹിമശ്രീങ്ക, ഒന്നും കൊണ്ട് പേടിക്കണ്ട. മലയാളിയാണ് അദ്ദേഹം, സ്വാതി ബാലചന്ദ്രൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ ശ്രമിക്കുക. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം വേറൊരു ഗ്രൂപ്പിൻ്റെ കൂടെ ആണെങ്കിൽ ഞാൻ പോവാൻ എന്താ പറയുക, എൻ്റെ പെർമിഷൻ, എൻ്റെ അഭിപ്രായത്തിനോട് നിങ്ങൾ ആരും യോജിക്കരുത്. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പോവുക, വേറെ ഗ്രൂപ്പിനോട് പോവാതിരിക്കുക. അദ്ദേഹം കണക്ട് ചെയ്ത് തരുന്ന ഒരു ഗ്രൂപ്പിനോട് നിങ്ങൾ പോവാതിരിക്കുക. ഒന്നുകിൽ മോക്ഷ അല്ലെങ്കിൽ ഹിമശ്രീങ്ക, ഈ 2 ടീമിൻ്റെ കൂടെ മാത്രം പോവുക. മോക്ഷയുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഒപ്പിട്ട് തരാം, നിങ്ങൾക്ക് 3 ദിവസം പരിക്രമം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. എമൗണ്ടൊക്കെ അത് അവരുടേതാണ്, അത് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ഫുൾ ഹാപ്പി മൊമെൻറ്റിൽ വീട് തിരിച്ചെത്തും. നിങ്ങൾക്ക് നിറയെ അനുഭവം കൊണ്ട് നിങ്ങൾ തിരിച്ചെത്തും. മോക്ഷയിൽ കൂടെ പോയാൽ അമ്മയുടെ മോക്ഷ, ഓക്കെ, മോജിയമ്മയുടെ കൂടെ മോക്ഷ, അവരുടെ കൂടെ പോവുക. പിന്നെ ഉള്ളത് ഹിമശ്രീങ്കയുടെ കൂടെ പോവുക. അതും ഞാൻ പോയിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. എൻ്റെ ടീം ലീഡർ ഹിമശ്രീങ്കയായിരുന്നു. ഹിമശ്രീങ്ക പോകുന്നത് ഓഗസ്റ്റിലാണ്. അതുകൊണ്ട് എനിക്ക് അവരുടെ എക്സ്പീരിയൻസ് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പോയ എക്സ്പീരിയൻസ് ടച്ച് കൈലാഷായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടമായില്ല, പറ്റിയില്ല. പക്ഷേ കൈലാസ ദർശനം ആദ്യത്തൊക്കെ കണ്ടു. നല്ല റൂം ഫെസിലിറ്റീസും ബസ്സും എല്ലാം നന്ന്. ഫുഡാകാം, ഞങ്ങളുടെ എനർജി പോവും. പിന്നെ പരിക്രമം ചെയ്യുന്നതോടൊക്കെ നമുക്ക് ഒരു ഇതേ ഇല്ല, ധൈര്യം കിട്ടില്ല. പിന്നെ മെഡിറ്റേഷൻ ഇല്ല, പ്രയർ ഇല്ല, ഒന്നുമില്ല അവരുടെ കൂടെ പോയി കഴിഞ്ഞു. പക്ഷെ മോക്ഷയിലെ കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ പറയാം, ഇന്ന് ഞാൻ മോജിയമ്മയുടെ ആ ഒരു ടീമിനെ ഞാൻ ഒരുപാട് നമിക്കുന്നു. ആ അമ്മയുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഭഗവാനെ നമുക്ക് കിട്ടും. അങ്ങനെയാണ് ആ അമ്മയുടെ കൂടെ പോയി കഴിഞ്ഞാൽ. ഇത് നിങ്ങൾക്ക് പൈസ അഫോർഡബിൾ റേറ്റാണ്. ഭഗവാനെ കാണാം. ഈ ടീമിനോട് പോയാൽ നിങ്ങൾക്ക് ഭഗവാനെയും കാണാം, പരിക്രമം ചെയ്യാം. ചെയ്യേണ്ടെന്നല്ല, അവർ ടീം വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ ബോഡി ക്ഷീണമായി. അത് മേ ബി ഞാൻ ചിലപ്പോൾ എന്താ പറയുക, ബോഡി വീക്കായതുകൊണ്ടായിരിക്കാം. ബ്രീത്തിങ് കിട്ടുന്നില്ല, കുറച്ച് ബ്രീത്തിങ് ടഫൊക്കെ വന്നു. ഓക്സിജൻ ലെവലൊക്കെ നല്ല കമ്മിയായിട്ട് ബ്രീത്തിങ് ഒന്നും കിട്ടാണ്ട് ഓക്സിജൻ സിലിണ്ടറൊക്കെ വലിച്ചിട്ടാണ് ഞാൻ അവിടെ ഇരുന്നത് ഹോട്ടലിലൊക്കെ. ഭക്ഷണം തീരെ കിട്ടിയില്ല, നല്ല ടയേർഡായിരുന്നു.
എനിക്ക് വന്ന മിസ്റ്റേക്ക് ഇതാണ്. അപ്പോൾ 10 കിലോ എക്സ്ട്രാ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതൊക്കെ കൊണ്ടുപോയാൽ ഈ ഇഞ്ചക്ഷൻ കുക്കറും എക്സ്ട്രാ ഈ അതിൽ വെക്കാനുള്ള ഒരു പാത്രത്തിൽ കഞ്ഞിയിട്ട് വെക്കാം. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. കഞ്ഞി കുടിച്ചിട്ടെങ്കിൽ നമുക്ക് നല്ല എനർജി കിട്ടും, നല്ല ഫുഡ് കഴിക്കാം. നമ്മൾ ഈ ചമ്മന്തി ഇതൊക്കെ കഴിക്കുമായിരുന്നു. അതൊന്നും പറ്റിയില്ല. പിന്നെ ഈ